നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കരുണാകരനെ ഓർക്കാത്ത മലയാളിയില്ല. കാരണം കരുണാകരനെ ഓർത്തുകൊണ്ട് മാത്രം തന്നെയാണ് രാഷ്ട്രീയ കേരളം എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ കരുണാകരൻ്റെ സന്തത സഹചാരിയായിരുന്ന രമൺ ശ്രീവാസ്തവയും നമുക്കറിയാവുന്ന കേരള ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളവരാണ്. സമാനതകളില്ലാത്ത മുഖങ്ങളുള്ളവരാണ്. ഇപ്പോൾ അതുപോലെ കരുണാകരൻ എന്ന് പറയപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് രമൺ ശ്രീവാസ്തവയെ കാത്തതുപോലെയാണ് ഇപ്പോൾ അജിത് കുമാറിനായിട്ട് പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത്. സകലമാന പേരും ഈ പറയുന്ന വാദഗതികളെ എതിർത്തിട്ടും ഒരു കവചമൊരുക്കുന്നതിൽ പാർട്ടിക്ക് അതൃപ്തി ഉണ്ടായിട്ടും പക്ഷേ അപ്പോഴും സംരക്ഷണ കവചം തീർത്ത് മുന്നോട്ട് പോകുവാൻ പിണറായി വിജയന് കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ മൗനം നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നണി വിടുന്നതിനെക്കുറിച്ച് വരെ ചർച്ച ചെയ്ത് CPI മുന്നോട്ട് പോകുമ്പോഴും എങ്ങനെയും സംരക്ഷണ കവചമൊരുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം നിൽക്കുന്ന പിണറായി വിജയനെ കാണേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളം. ഒപ്പം തന്നെ അവരുടെ പാർട്ടിയെക്കുറിച്ചും അത്തരത്തിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് പലപ്പോഴും ചർച്ചയാകുന്നത്. ചാരക്കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞതാണ്, നമുക്കറിയാമല്ലോ. നമ്പി നാരായണൻ എന്ന് പറയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ്റെ സമാനതകളില്ലാത്ത പോരാട്ടമൊക്കെ മലയാളി കണ്ടു കഴിഞ്ഞതുമാണ്. പക്ഷേ അതിൻ്റെ ചാരക്കേസിൻ്റെ ഒരു പ്രാരംഭകാലം ഉണ്ടായിരുന്നു, ഒരു ആരംഭകാലം. ആ ആരംഭകാലത്തൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇത്തരത്തിലൊരു സമീപനമേ അല്ലായിരുന്നു സ്വീകരിച്ചിരുന്നത്. അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരനെ വെട്ടിലാക്കിയിട്ടുള്ള ആക്ഷേപങ്ങളടക്കം അന്നുണ്ടായിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന കരുണാകരൻ്റെ അതിവിശ്വസ്തനായിട്ടുള്ള പോലീസ് IG എന്ന് പറയപ്പെടുന്നത് രമൺ ശ്രീവാസ്തവയാണ്. ഈ കരുണാകരനെ ലക്ഷ്യം വയ്ക്കുന്നവർ തന്നെ അത് ശ്രീവാസ്തവയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു എന്നുള്ള ആക്രമണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ വിശ്വസ്തനെ കൈവിടുന്ന കാര്യത്തിൽ ഒരിക്കലും കരുണാകരൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ വിശ്വസ്തരെ കൈവിടുന്ന ഒരു സ്വഭാവമൊന്നും കേരളം ഭരിച്ചിരുന്ന കരുണാകരനെ പോലൊരു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരുന്നു? കരുണാകരന് അദ്ദേഹത്തിൻ്റെ തൽസ്ഥാനം പിന്നെ രാജിവെക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഈ വിശ്വസ്തരോടുള്ള കരുതൽ 2024 തുടരുന്ന കാഴ്ച കാണുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പഴയ കാലത്തിലേക്ക് ഓർത്തു പോകുന്നതും അന്നത്തെ ചാരക്കേസിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു പോകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചാരക്കേസിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് അതിനുശേഷമുള്ള സമൂഹത്തിൽ കേരളം കണ്ടതാണ്. അപ്പോൾ ചാരക്കേസ് പിന്നെ ആവിയായി മാറുന്ന കാഴ്ചയും കണ്ടു, ചാരമായി മാറുന്ന കാഴ്ചയും കണ്ടു. ഇവിടെ 2024 എത്തപ്പെടുമ്പോൾ മറ്റൊന്നാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ ഉള്ളത് കരുണാകരന് പകരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇവിടുത്തെ സംരക്ഷകൻ എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനും സംരക്ഷിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയുള്ള MR അജിത് കുമാറിനുമാണ്. ഇങ്ങനൊരു കരുതൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും ഈ പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവിടെ CPI എന്ന് പറയപ്പെടുന്ന അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ഘടകകക്ഷി മുഖ്യമന്ത്രിക്കെതിരെ വലിയ എതിർപ്പൊക്കെ അറിയിക്കുമ്പോഴും മുഖ്യമന്ത്രി അതിൽ തളർന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് മാറ്റാത്ത മറ്റു വഴിയില്ല. കാരണം RSS കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അജിത് കുമാറിന് ഇത്തരത്തിലൊരു വിനയായിട്ട് മാറിയത്. സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ അജിത് കുമാറിനെ കൊടുക്കാനുള്ളത് ഒന്നും ആ കൂടിക്കാഴ്ചയിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ RSS നേതാക്കളുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്നതിനൊന്നും ഇവിടെ ആർക്കും നിയമപരമായിട്ടൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇടത് ഭരണമുള്ള കേരളത്തിൽ RSSകാരുമായിട്ടുള്ള ADGPയുടെ സൗഹൃദത്തിന് രാഷ്ട്രീയ നയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാറ്റാനും പുതിയൊരാളെ നിയമിക്കുവാനും സർക്കാരിന് കഴിയുമെന്നുള്ളതാണ്. അതിന് നിയമപരമായോ സാങ്കേതികപരമായോ പ്രശ്നമില്ല എന്നുള്ള നിലയുണ്ട്. കുറ്റാരോപണം പോലുമില്ലാതെ അജിത് കുമാറിനെ താക്കോൽ സ്ഥാനത്ത് നിന്ന് മാറ്റാം. എന്നിട്ടും നമുക്കറിയാമല്ലോ, രമൺ ശ്രീവാസ്തവയ്ക്ക് വേണ്ടി കരുണാകരൻ നിർത്തിയ അതേ പ്രതിരോധം പിണറായിയും എടുത്ത് പ്രയോഗിക്കുകയാണ് എന്നുള്ളതാണ്. ശ്രീവാസ്തവയെ കരുണാകരൻ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതൊരു ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതേ ശ്രീവാസ്തവ പിന്നീട് കുറ്റവിമുക്തി നേടി ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന സേനയുടെ അതായത് BSFനെയൊക്കെ നയിച്ചു എന്നതൊക്കെ ചരിത്രം തന്നെയാണ്. ഒപ്പം തന്നെ ചാരക്കേസ് എന്ന് പറയപ്പെടുന്ന ചാരമായി മാറി പുകയായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ അന്നുണ്ടായി. അതോടുകൂടി രമൺ ശ്രീവാസ്തവ വീണ്ടും അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗ തലങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങി പോവുകയും ചെയ്തു. ശരിയാണ്, സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ശ്രീവാസ്തവയെ കരുണാകരൻ സസ്പെൻഡ് ചെയ്തു. എന്നാൽ 2024 പിണറായിയുടെ അതിവിശ്വസ്തൻ അത്ര കടുത്ത നടപടിയെ നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. RSSൻ്റെ കൂടിക്കാഴ്ചയിൽ സസ്പെൻഡ് ചെയ്താൽ അത് നിയമപോരാട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. പകരം ആ കസേരയിലേക്ക് വേറെ ആളെ കൊണ്ടുവരിക. അതാണ് ഇപ്പോൾ നടക്കുന്ന ആലോചന. ഒരു പക്ഷേ നമുക്കറിയാമല്ലോ, ഈ ബറ്റാലിയൻ്റെ ചുമതലയുള്ള ADGP കസേരയിൽ അജിത് കുമാറിനെ തുടരാൻ അനുവദിച്ചേക്കും. അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകും.
CPIയുടെ സമാനതകളില്ലാത്ത എതിർപ്പ് കാരണം ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നത്. അജിത് കുമാർ വിഷയത്തിൽ ഇടതുമുന്നണി വിടുന്നത് പോലും CPI പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കാരണം നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വരെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഘടകകക്ഷി എത്തുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ തോറ്റത് CPIയുടെ ജനകീയ മുഖമായിട്ടുള്ള VS സുനിൽകുമാർ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ കലക്കലാണ്. ആ കലക്കലിന് ADGP ആണ് അതിന് പിന്നിലെന്നുള്ള ആരോപണമാണ് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് അജിത് കുമാറിനെതിരെ പേരിലെങ്കിലും ഒരു മാറ്റം CPIയുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ആവശ്യകത കൂടിയായി മാറുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ CPI ശക്തമായിട്ടൊക്കെ എതിർക്കുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിടില്ല എന്നുള്ള സാഹചര്യമൊക്കെ തന്നെയാണ് ഉള്ളത്. RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്നത് അത് പരസ്യമായി അജിത് കുമാർ സമ്മതിച്ചിട്ട് പോലും ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് CPIക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ബിനോയ് വിശ്വം മുഖ്യമന്ത്രി നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് ലഭിക്കും വരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെ അപ്പോഴും മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് കൂടി കിട്ടിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇനി തീരുമാനം എടുക്കുകയും മതിയാകൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലയിൽ ആരോപണം വന്നപ്പോൾ തന്നെ അജിത് കുമാറിനെ മാറ്റേണ്ടതായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. CPMൽ പോലും ഈ അഭിപ്രായം ഉണ്ടായിരുന്നതാനും. എന്നാൽ വിശ്വസ്തനു വേണ്ടി പിണറായി അവസാന നിമിഷം വരെയും പ്രതിരോധം തീർത്തു എന്നുള്ളതാണ്. അതായത് തനിക്കാവുന്നതെല്ലാം താൻ ചെയ്തു എന്ന സന്ദേശം അജിത് കുമാറിന് മുഖ്യമന്ത്രി കൃത്യമായി നൽകുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായിട്ടൊക്കെ ഘടകകക്ഷി മന്ത്രിമാർ പിണറായി വിജയനെ കണ്ട് പൂരം കലക്കൽ കേസിൽ ത്രിതല അന്വേഷണം ഈ കൂടിക്കാഴ്ചയിൽ അപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നു. ആ അന്വേഷണ തീരുമാനം മുഖ്യമന്ത്രി തന്നെയാണ് ഇവരെ അറിയിക്കുന്നത്. ഇത് മന്ത്രിമാർ അംഗീകരിക്കുകയും ചെയ്തു. RSS നേതാക്കളുമായിട്ടൊക്കെ പോലീസ് ഉന്നതൻ്റെ ഈ ബന്ധം അല്ലെങ്കിൽ കൂടിക്കാഴ്ച രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാകേണ്ടത് എന്നതിനാൽ തന്നെ ആദ്യം മുതൽ CPI ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞ അജിത് കുമാർ വകുപ്പ് തല നടപടിയെ പ്രതിരോധിക്കുമ്പോഴും ഇതിനെ അംഗീകരിക്കാൻ പോലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടും പാർട്ടിയും സർക്കാരും മൗനം പാലിക്കുന്നു. CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഇതിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നു. ഇതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ മൗനിയായി മുഖ്യമന്ത്രി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും മുഖ്യമന്ത്രി നിങ്ങൾക്കൊരു ദിവസം ഈ MR അജിത് കുമാറിനെ കൈവിട്ടേ മതിയാകൂ. കാരണം MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയേ പറ്റുള്ളൂ. അതിനുള്ള തീരുമാനമാണ് ഇന്ന് പിണറായി വിജയൻ എടുക്കാൻ പോകുന്നതും. ADGP MR അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ള വലിയ നടപടി.